ആലില കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമന്ത്രി സൂര്യഘർ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ്. രാജ്യത്ത് സൗരോർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 1 കോടി വീടുകൾക്ക് മാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വീടുകളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഈ വർഷം ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പദ്ധതിയിലേക്ക് 75,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തിയാണ് പദ്ധതിയെന്ന് എന്നാൽ പദ്ധതി ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ സബ്സിഡികളും ലോണുകളും അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും പഞ്ചായത്തുകൾ വഴിയുമുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും ഇത് ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വൈദ്യുതി ബില്ല് കുറയ്ക്കുകയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. അതിനുശേഷം വൈദ്യുതി വിതരണ കമ്പനി തിരഞ്ഞെടുക്കുക. അതിനുശേഷം കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ നൽകുക. ഇമെയിൽ ID നൽകുക. രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് റൂഫ് ടോപ്പ് സോളാർ സ്കീമിലേക്ക് നിർദ്ദേശങ്ങൾ പാലിച്ച് അപേക്ഷിക്കുക. ഡിസ്കം അതായത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ച ശേഷം നിങ്ങൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം. പ്ലാന്റ് സ്ഥാപിച്ച ശേഷം ഒരു നെറ്റ് മീറ്ററിനായി അപേക്ഷിക്കാം. നെറ്റ് മീറ്റർ ഘടിപ്പിച്ച ശേഷം അധികൃതർ പരിശോധന നടത്തുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. കമ്മീഷൻ ചെയ്യാനുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ ക്യാൻസലാക്കിയ ഒരു ചെക്കും വെബ്സൈറ്റ് വഴി സമർപ്പിക്കുക. 30 ദിവസത്തിനകം നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും